കേരളത്തിന് ഇനി തിരുത്തലുകളില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ എൻ സുബ്രഹ്മണ്യൻ. വള്ളരിക്കുണ്ടിൽ ക്വാറി വിരുദ്ധ ജനകീയ വേദി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ജനകീയ സമരസമിതി സിന്ദാബാദ്, സംയുക്ത സമരസമിതി സിന്ദാബാദ്. വികസനമെന്ന പേരിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്താതെ ഇനി കേരളത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്നതിന്റെ പ്രകൃതിയുടെ താക്കീതാണ് വയനാട് ദുരന്തമെന്ന് പ്രമുഖ പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകൻ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു. വള്ളരിക്കുണ്ട് താലൂക്കിൽ കരിങ്കൽ ക്വാറികൾ അനുവദിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ ക്വാറി വിരുദ്ധ സമരസമിതികളും സാമൂഹ്യ സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരാണ് ഈ പ്രകൃതി മുഴുവൻ നശിപ്പിച്ചത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും പ്രകൃതിയിൽ ചില ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലിന്റെ പ്രത്യാഘാതങ്ങൾ അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തണമെന്ന് അവർ തന്നെ ആലോചിക്കുന്നുണ്ട്. അത്തരമൊരു ആലോചനയുടെ ഭാഗമാണ് ഒരു പക്ഷേ ഈ പറയുന്ന പൊതുയോഗം പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന താലൂക്ക് ഓഫീസ് മാർച്ച് പോലും അത്തരമൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഇതൊക്കെ അങ്ങനെ വിജനമായി കിടക്കട്ടെ, പണ്ടത്തെ പോലെ ആവട്ടെ ഇവിടെയൊക്കെ എന്ന് നമ്മൾ വിചാരിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ചെയ്യാൻ പറ്റുന്നത് അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ്. അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇന്നത്തെ നമ്മുടെ ശാസ്ത്രീയ വിജ്ഞാനത്തിനനുസരിച്ച് എല്ലാത്തിനെയും പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ വീടുകൾ വേണം, വീടുകൾ വേണം. പക്ഷേ വീടുകൾ എവിടെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ മറ്റു പല രാജ്യങ്ങളിലും നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏത് വയലിലോ ഏത് കുന്നിന്റെ മണ്ടക്കോ വീടെടുക്കാൻ പറ്റില്ല. വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ റോഡുകൾ ഉണ്ടാക്കാം. ഇന്നത്തേതിന്റെ 10-1 മെറ്റൽ ഉപയോഗിച്ച് ഏറ്റവും ഉറപ്പുള്ള റോഡുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇന്ന് ലഭ്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല? അത് ക്വാറി മുതലാളിക്കും കോൺട്രാക്ടർക്കും വേണ്ടി റോഡ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അത് രാഷ്ട്രീയക്കാരനെ പിരിവ് പറ്റുന്നതിനു വേണ്ടി റോഡുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അത് ശാസ്ത്രീയമായി റോഡുകൾ ഉണ്ടാക്കാനും ഒരുപാട് കാലം നിലനിൽക്കുന്ന ഉറപ്പുള്ള റോഡുകൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടല്ല. കെട്ടിട നിർമ്മാണ രംഗത്തും മറ്റ് പശ്ചാത്തല സൗകര്യ നിർമ്മാണ രംഗത്തും ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചാൽ കരിങ്കൽ ഖനനം പോലുള്ള പ്രകൃതി ചൂഷണം ഗണ്യമായി നിയന്ത്രിക്കാനാകുമെന്നും എൻ സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു. താലൂക്ക് ഓഫീസ് പരിസരത്തെത്തിയതിന് പിന്നാലെ പ്രതിനിധികൾ തഹസിൽദാരെ നേരിൽ കണ്ട് നിവേദനവും സമർപ്പിച്ചു. വള്ളരിക്കുണ്ട് താലൂക്കിൽ ഭൗമപഠനവും ജൈവ വൈവിധ്യ പഠനവും നടത്തുക, ഇത്തരം പഠനങ്ങളുടെ റിപ്പോർട്ട് വരുന്നതുവരെ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകാനുള്ള എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കുക, ശക്തമായ സമരങ്ങൾ നടക്കുന്ന കാരാട്ട്, വടക്കാംകുന്ന്, പാമത്തട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്വാറികൾ പ്രവർത്തനം ആരംഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുക, നിലവിൽ താലൂക്ക് പരിധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വാറികളുടെയും ആഘാത പഠനം നടത്തുക, ഏറ്റവും അപകടാവസ്ഥയിലുള്ള മുത്തപ്പൻമലയിലെ ക്വാറി അടിയന്തരമായി അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ഉൾക്കൊള്ളിച്ചത്. പ്രതിഷേധ യോഗത്തിൽ ജോർജ് തോമസ് അധ്യക്ഷനായി. ഷോബി ജോസഫ്, പി സി രഘുനാഥൻ, ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം, വി എം ബഷീർ, ഇ കെ ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് മാലോം സ്വാഗതവും ബേബി ചെമ്മനത്തി നന്ദിയും പറഞ്ഞു. അജയൻ കാരാട്ട്, ബാബു സോപാനം, രാജൻ സ്വാതി, മാധവൻ നായർ ആനക്കല്ല്, കൃഷ്ണൻ നായർ, കെ കെ തങ്കച്ചൻ, ജിമ്മി എടപ്പാടി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വള്ളരിക്കുണ്ട്.